ക്ഷമ കേരളത്തിലെ ഈ പോലീസ് സ്റ്റേഷനുകളിലെ സെല്ലുകൾ നിർത്തലാക്കാൻ പോവാണ്. ഈ സെല്ലുകളിലാണല്ലോ പിടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റഡിയിൽ എടുക്കുന്ന ആളുകളെ ഇടുന്നത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇനി എന്താണ് അതിനൊരു പരിഹാര മാർഗം? അത് ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രീകൃത ലോക്കപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? കേന്ദ്രീകൃത ലോക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ 7 വരുന്ന പോലീസ് സ്റ്റേഷനുകളിലെ പ്രതികളെയെല്ലാം ജയിൽ പോലെ തന്നെ ഒരു കേന്ദ്രീകൃത ലോക്കപ്പിലേക്ക് മാറ്റുന്നു. ഇതിപ്പോൾ ആദ്യമായി രാമവർമ്മപുരത്ത് വന്നു. രാമവർമ്മപുരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സിറ്റി പോലീസിന്റെ കീഴിൽ രാമവർമ്മപുരത്ത് ഒരു കേന്ദ്രീകൃത ലോക്കപ്പ് വന്നിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഇനിയിപ്പോൾ ഇല്ല, ആ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിലും സെല്ലുണ്ടാവും, സെല്ലിൽ ആളുണ്ടാവില്ല. വളരെ നല്ല കാര്യമാണ്. അതായത് ഇവരെ എല്ലാവരെയും കൊണ്ട് 10 സെല്ലുണ്ടാവും. ഈ 10 സെല്ലെന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. ഈ 10 സെല്ലിൽ ഏതാണ്ട് 100 പേരെ പാർപ്പിക്കാൻ സാധിക്കും. 100 പേരെ പാർപ്പിക്കുമ്പോൾ അവിടെ വീഡിയോ, ഓഡിയോ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. പിന്നെ ഈ CCTV-കൾ സ്ഥാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV-കൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതിയും തമ്മിൽ നേരിൽ കാണില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതിയും തമ്മിൽ നേരിൽ കാണില്ല. ചോദ്യം ചെയ്യലെല്ലാം തന്നെ വീഡിയോ കോൺഫറൻസ് വഴിയാണ്. അവർ ചോദിക്കും, ഇവർ ഉത്തരം പറയും. അതാണ് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടും. പോലീസ് ആസ്ഥാനത്തിരിക്കുന്ന DGP മുതൽ ഇങ്ങ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വരെയുള്ളത് ഇത് കാണാൻ സാധിക്കും. 2 പൊട്ടീര് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആ പരിപാടി ഇനി നടക്കില്ല. ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക, ഇടിക്കുക, കുത്തുക, ചവിട്ടുക എന്നുള്ള പരിപാടി കേരള പോലീസിൽ ഇതോടുകൂടി ഈ സെല്ലിലിട്ടുള്ള പരിപാടികൾ നിൽക്കും. സെല്ലിലിട്ട് അവർ കൊണ്ടുപോയി അടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയും കൊണ്ടുപോയി ഇടിക്കേണ്ടി വരും. അല്ലാണ്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ ഈ സെല്ലിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ ഉപദ്രവിക്കാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യേണ്ടി വരും. ശാസ്ത്രീയമായി ഇപ്പോൾ നടക്കുന്ന ഈ കൈക്കരുത്ത് കാട്ടിയുള്ള പരിപാടി നടക്കില്ല. ഒരു പ്രതിയോട് സംസാരിക്കണമെങ്കിൽ അത് ശാസ്ത്രീയപരമായി അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് അവനെ കൂട്ടുന്ന എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ച് വെച്ചിട്ട് വേണം അവനോട് ചോദ്യം ചോദിക്കാൻ. പിന്നെ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഈ 3-ാം മുറ അവസാനിക്കും. ഈ 3-ാം മുറ അവസാനിപ്പിക്കുവാൻ വേണ്ടി AK ആന്റണി സർക്കാരാണ് ആദ്യമായി ഈ ഒരു ചിന്ത കൊണ്ടുവന്നത്. അത് ജസ്റ്റിസ് KT തോമസ് കമ്മീഷനെ അദ്ദേഹം ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മീഷനെ ആന്റണി സർക്കാർ നിയോഗിച്ചു. ആന്റണി സർക്കാർ നിയോഗിച്ച ഈ കമ്മീഷൻ അഭിഭാഷകര്, പ്രതികള്, പോലീസ് ഈ 3 വിഭാഗത്തിൽ നിന്നും പഠനം നടത്തിയ ശേഷം ഈ റിപ്പോർട്ട് കൊണ്ടുവന്ന് 2005 സർക്കാരിൻ്റെ കയ്യിൽ കൊടുത്തു. 2005 കിടന്ന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടാണ് ഇപ്പോൾ നടപ്പാകുന്നത്. ഏതാണ്ട് 20 വർഷത്തോളത്തിന് ശേഷം ആ റിപ്പോർട്ട് നടപ്പാകുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാത്രി 1 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് കേരളത്തിലെ സെല്ലുകളിൽ 3-ാം മുറ പ്രയോഗം നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നെ ഈ 3-ാം മുറ നടക്കാനുള്ള കാരണം, 1 കുറ്റം സമ്മതിപ്പിക്കൽ, 2 വിരോധം, 3 മറ്റാരുടെയെങ്കിലും വിരോധം. അതായത് പുറത്തു നിന്ന് മറ്റൊരാൾ പറയുന്ന പോലീസിനോട് ആവശ്യപ്പെടുന്ന പ്രകാരം. ഈ 3 കാര്യങ്ങളാണ് ഈ 3-ാം മുറയുടെ അടിസ്ഥാനമെന്നാണ് ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ കണ്ടെത്തിയത്. അങ്ങനെ ഈ കമ്മീഷൻ 2005 റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു. 2006 കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹം ഈ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കോട്ടയം മണർകാട് പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാനുള്ള തീരുമാനം ഉണ്ടായി. പക്ഷേ പോലീസ് തന്നെ ഇത് അട്ടിമറിച്ചു. പോലീസിന് താല്പര്യമില്ല. പോലീസിന് ഇടിക്കണം. ഈ ശാസ്ത്രീയമായിട്ട് അവർക്ക് ഇതിനൊന്നും ശാസ്ത്രീയമായിട്ട് സമയമില്ലെന്നേ. ഇത് ശാസ്ത്രീയമായി തെളിവുകളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവനെ പിടിച്ചിരുത്തി ചോദ്യം ചോദിച്ചിട്ട് അവനെ വെറുതെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടുത്തെ നമ്മുടെ അമ്പിളിയൊക്കെ പിടിച്ചോണ്ട് വന്ന് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യിച്ചാൽ അവൻ പോലീസിനോട് പണി വെക്കാൻ പറയും. അവരോടൊന്നും ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. അവൻ പോലീസിനേക്കാൾ വലിയ ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചിരിക്കുന്നവരാണ്. അവൻ ഈ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഗുണ്ടാ സെറ്റപ്പിൽ ഈ കുറ്റകൃത്യവും ഈ കുറ്റവാളി എന്ന് പറയുന്ന ആൾ അവനെല്ലായ്പ്പോഴും കോടതിയും പോലീസും കേസുമായിട്ടൊക്കെ നടന്ന് അവന് ഇതിന്റെ എല്ലാ നൂലാമാലയും അറിയാം. അവനെയൊക്കെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇതിൻ്റെ ഒരു ഇതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞത്. ഗുണമെന്ന് പറയുന്നത് പാവപ്പെട്ട പ്രതികളെ ഇടിച്ചു കൊല്ലുന്ന പരിപാടി ഇവിടെ നിൽക്കും. ഇടിച്ചു കൊല്ലുന്ന പരിപാടി ഇവിടെ അവസാനിക്കും. ഇത് ഇവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ് ഇത്. അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് ഇങ്ങനെയൊക്കെ, ഇതിൻ്റെ ഘടന ഇങ്ങനെയൊക്കെ വേണം എന്ന പ്രകാരമാണ് ഇത് നടപ്പാക്കി. 75 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം എത്തിയപ്പോൾ രാമവർമ്മപുരത്ത് അവിടെ ഈ സെല്ല് ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെ എല്ലാ സെല്ലുകളും ഇപ്പോൾ കാലിയായി. ആരുമില്ല, എല്ലാത്തിനെയും പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇതിൽ മെഡിക്കൽ പരിശോധന ഇതിൽ നടത്താനുള്ള സംവിധാനമുണ്ട്, പിന്നെ ചിത്രമെടുക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ ഫിംഗർ പ്രിന്റ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇവരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ പുറത്തേക്ക് ഇവരെ കൊണ്ടുപോകണമെങ്കിൽ അത് കോടതിയിൽ എത്തിക്കുക, കോടതിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യത്തിന് മാത്രം ഇവരെ കൊണ്ടുപോയാൽ മതി. അതുപോലെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോയാൽ മതി. ഈ കോടതിയിൽ കൊണ്ടുപോകുന്നത് പോലും ഇനി വരുന്ന കാലത്ത് ഒഴിവാകും. അതും ഈ പറയുന്ന പോലെ വീഡിയോ കോൺഫറൻസിലേക്ക് മാറും. ഈ പോലീസ് ജീപ്പ് ഇങ്ങനെ ഇട്ട് ഓടിച്ച് ഉമ്മാരെ കയറ്റിയിരുത്തി അവിടെ കൊണ്ടുപോയി കെട്ടിവരിച്ച് അവിടെ കൊണ്ടുപോയി. ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ഒരാഴ്ച ആയെന്ന് തോന്നുന്നു, ഒരാഴ്ച ആയതേ ഉള്ളൂ. പിന്നെ അറിഞ്ഞായിരുന്നോ, കൊല്ലത്തൊരു സംഭവം ഉണ്ടായി. കൊല്ലത്ത് പിന്നെ പോക്സോ കോടതിയിൽ കൊണ്ടുവന്നു ഒരു തന്നെ. പരവൂരുകാരനാണ്. പരവൂരുകാരനായിട്ടുള്ള ഇവനെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് 5 പോലീസുകാരും വന്നു. 5 പോലീസുകാരും വന്നപ്പോൾ കോടതിയിൽ കയറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലങ്ങ് അഴിച്ചു കൊടുക്കണം. വിലങ്ങ് അഴിച്ചിട്ടേ കോടതിയിൽ കയറ്റാൻ പറ്റും, കൂട്ടിക്കയറ്റി നിർത്താൻ പറ്റും. അപ്പോൾ വിലങ്ങ് അഴിച്ചിട്ട് ഇവനെ കോടതിയിൽ നിർത്തിയിരുന്ന ഇവൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കറങ്ങി അവൻ പിന്നെ ജസ്റ്റിസ് കയറി വരുന്ന വഴി കൂടെ ഇറങ്ങി സ്ഥലം വിട്ടു. അവൻ ചാടിപ്പോയി. 5 പോലീസുകാർക്ക് പിന്നെ പണിയായി. ഇവരെ കിട്ടിയില്ല. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തൂടെ ചാടി കളക്ടറേറ്റിന്റെ പരിസരത്തൂടെ വേറെ മറ്റൊരു വാതിൽ കൂടെ ചാടി വലിഞ്ഞു. ഈ കൊല്ലത്ത് കോടതി കളക്ടറേറ്റിന്റെ അകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇവൻ ചാടി വലിഞ്ഞു. അവൻ പോക്സോ കേസിൽ അവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നടന്നു പോകുന്ന പെൺകുട്ടികളുടെ എല്ലാം പുറകെ പോയി അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുക, ശരീരഭാഗങ്ങൾ, അവൻ്റെ രഹസ്യഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക സ്കൂൾ കുട്ടികൾക്ക്. ഇതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട കലാപരിപാടിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവനെ പിടിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരം റിസ്ക് പോലീസിന് ഇനി ഒഴിവാകും. പരമാവധി റിസ്ക് ഒഴിവാകും. പിന്നെ ഈ ആരോപണങ്ങൾ, പോലീസ് നേരിടുന്ന വലിയൊരു ആരോപണമാണ് ഈ അടിച്ചു ഇടിച്ചു എന്നൊക്കെയുള്ള പറയുന്ന 3ാം മുറ പ്രയോഗം. വലിയൊരു ഭാഗം ശരിയാണ്. വലിയൊരു ഭാഗം ഈ പറയുന്ന ഇടിയന്മാരായ പോലീസുകാരുണ്ട്. പോലീസ് ആരെയും ഇടിക്കുക, ആരെയും എന്താ പറയാ ഉപദ്രവിക്കുക, ഒരു പവർ കാണിക്കുന്ന ഇവരുണ്ട്. ഇപ്പൊ ഈ സാധാരണക്കാരെ പാവപ്പെട്ടവരൊക്കെ ചെന്ന് കയറുവാണെങ്കിൽ, ഇവരുടെ കൈ കിട്ടുവാണെങ്കിൽ അവര് പിന്നെ ഈ വലിയ ക്രിമിനലുകളെ ഇല്ല, ആദ്യം ഇവർക്ക് പണി കിട്ടും. വലിയ ക്രിമിനലിന്റെ വലിയ ക്രിമിനലുകളെ കിട്ടിയിട്ട് അവരെ ഇടിക്കണമെങ്കിൽ, ഇടിച്ചു കഴിഞ്ഞാൽ ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ആള് പിന്നെ സെല്ലിൽ നിന്നൊക്കെ ഇറങ്ങി തീർന്നു പോകണം. അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന പോലീസുകാരനെ അവൻ നോട്ടം ഇടും, സ്കെച്ച് ഇടുക. ഭയങ്കര ബഹുമാനമാണെന്നേ ഗുണ്ടകൾക്ക് പോലീസ് സ്റ്റേഷനിൽ. അവരുടെ പേരെ വിളിക്കൂ. ഇടപെടൊന്നുമില്ല. അനിയൊക്കെ ചെന്ന അനി വാ ഇരിക്കും, അതല്ലേ ഉള്ളൂ. അനി നീ കഴിച്ചോ, ഇങ്ങനെയൊക്കെയാ ഇരിക്കുന്നത്. നീ കഴിച്ചോ, ഫുഡൊക്കെ മേടിച്ചു കൊടുത്താൽ ഒരു മാന്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാര്യം സർവീസിന്റെ ഇത് കഴിയുമ്പോഴേ അവൻ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണി പാളും. ഇവിടെ SI കടി കിട്ടിയിട്ടുണ്ട് റിട്ടയർ ആയപ്പോൾ. വർഷങ്ങളുടെ ഭാഗം ഓർത്തു വെച്ചു, ഇവന്മാർ ഓർത്തു വെച്ചു. പിന്നെ അടിച്ചൊടിച്ച് കളഞ്ഞു 2 കാലും. അയാളുടെ ഒരു കാല്, അദ്ദേഹത്തിന്റെ ഒരു കാലിൽ ഇതായിട്ടിരിക്കുന്നു, പ്ലേറ്റ് ഇട്ടിരിക്കുക. അടിച്ചൊടിച്ച് കളഞ്ഞു കാല്. കാര്യം നേരെ എപ്പോഴും അദ്ദേഹത്തിന് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഇവർ നോട്ടം ഇടും. അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം അത് നീണ്ടുപോയി. ഇത്രയും കാലത്തെ നീണ്ടുപോകലിന് ശേഷമാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ്. പിന്നെ സർക്കാർ നേരിട്ടിറങ്ങി ഇത് ചെയ്തതുകൊണ്ട് പോലീസ് ഇതിനെ അട്ടിമറിക്കാൻ തൽക്കാലം ശ്രമിക്കത്തില്ല. അന്ന് ഒരു എന്താ പറയുക, കെട്ടിടം പണിഞ്ഞ് മണ്ണക്കാട് ഇങ്ങനെ കെട്ടിടമൊന്നും പണിഞ്ഞില്ലായിരുന്നു. പകരം ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത്. പക്ഷേ പോലീസ് അവിടെ ആരെയും കൊണ്ടുപോയില്ല. അവിടെ പിന്നെ ആരെയും കൊണ്ടുപോകാതിട്ട് ആ സംവിധാനം പോലീസ് നശിപ്പിച്ചു. പക്ഷേ ഇതിപ്പം നശിപ്പിക്കാൻ പറ്റില്ല, കാര്യം കാശിറക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കത് എങ്ങനെയാകും എന്നുള്ളത് നോക്കി കാണാം.